സംവത്സരോ ആജായത അഹോരാത്രാണി വിദധതി. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹത്തായ ഉത്സവമാണ് മുറജപം ലക്ഷദ്വീപം. മുറജപം എന്നത് വേദ പണ്ഡിതന്മാർ നടത്തുന്ന 56 ദിവസം നീണ്ടു നിൽക്കുന്ന ചതുർവേദങ്ങളും സൂക്തജപങ്ങളും സഹസ്രനാമ ജപം, പുരാണ ഇതിഹാസ പാരായണങ്ങൾ, ജലജപം എന്നിവ 8 ദിവസം വീതമുള്ള 7 മുറകളിൽ നടത്തുന്ന ജപങ്ങളാണ്. ഓരോ മുറയും പൂർത്തിയാക്കുമ്പോൾ 8ാം ദിവസം മുറ ശ്രീബലി നടക്കും. ഇത്തരത്തിൽ 7 മുറ പൂർത്തിയാക്കുന്ന ദിവസമാണ് ലക്ഷദ്വീപ മഹോത്സവമായി ആചരിക്കുന്നത്. അന്നേ ദിവസം ക്ഷേത്രം ദീപാലങ്കൃതമായി ദേവന്മാരെ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളിക്കുകയും ലക്ഷദ്വീപ മകരശ്രീബലി നടത്തുകയും ചെയ്യുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപ ലക്ഷദ്വീപ മഹോത്സവം 2025 നവംബർ 20 മുതൽ 2026 ജനുവരി 14 വരെയാണ് നടത്തുന്നത്. മുറജപം ലക്ഷദ്വീപം ഉത്സവം ഉദ്ഘാടനം ചെയ്തത് തെന്നിന്ത്യയിലെ പ്രശസ്ത സിനിമാ താരം റാണ ദഗുബട്ടിയാണ്. ഒപ്പം രാജകുടുംബത്തിലെ പ്രതിനിധി ആദിത്യവർമ്മ, കരമന ജയൻ, ക്ഷേത്ര ഭാരവാഹികൾ തുടങ്ങിയവർ നിലവിളക്കിലെ തിരിതെളിച്ചു. ഉദ്ഘാടന പ്രസംഗം റാണ ദഗുബട്ടി നിർവഹിച്ചു. Namaskaram to everybody here. Firstly, sir, for all the lovely dignitaries on stage, thank you for having me here. It feels like such an honor, such a grand welcome to be here. And I have to thank my mother, without whom I wouldn't be here today. She asked for nothing, but this was something that she was very particular about, that I'm here. And I feel like celebrating tradition is not what we do, but is who we are as Indians. And it's such a, firstly, thank you from the dancers to everybody who's put such a lovely performance here in welcoming us. And a big thank you to the entire team that's putting this together at the Padmanabha Swami Temple. Aim for
be able to come here and celebrate their devotion and love. Thank you. It's such an honor and such a blessing to be here. Thank you very much. തുടർന്ന് ആദിത്യവർമ്മയും മറ്റു ഭാരവാഹികളും പ്രസംഗിച്ചു. മഹാതിരുവാതിര അരങ്ങേറി. ഇങ്ങനെ വീണ്ടും ഒരു മുറജപം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷം എത്ര പെട്ടെന്ന് കടന്നുപോയി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള കൂട്ടായ്മ കൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാവരും ഒന്നിച്ച് നിന്ന് വളരെ ഭംഗിയാക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ നടക്കും. ഇത് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമിയുടെ വിജയമായിട്ട് ഇത് കാണുമെന്ന് നമ്മൾ കരുതണം. ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഐ താങ്ക് ദി ഓണറബിൾ ചീഫ് ഗസ്റ്റ് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് spending his time with Sri Papanatha Swami and his disciples. Thank you. വൈകുന്നേരം 6:30 ജലജപം പത്മതീർത്ഥക്കരയിൽ നടന്നു. തുടർന്ന് മറ്റ് കലാപരിപാടികളും ഉണ്ടായിരുന്നു. समुद्रादर्नवादधि संवत्सरो अजायत अहोरात्राणि विदधद्विश्वस्य मिषतो वशी सूर्या चन्द्रमसौ धाता यथा पूर्वमकल्पयते इदं च पृथिवीं चान्तरिक्षमथो स्वाहा संसृष्टं